നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് ട്രെയിൻ തട്ടി ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് മരണപ്പെട്ടത്. നിലമ്പൂർ നഗരമധ്യത്തിലെ പാടിക്കുന്ന് നഗറിൽ ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകി പകർച്ചവ്യാധി ഭീഷണി. അസഹ്യമായ ദുർഗന്ധം പ്രദേശവാസികളെ വലയ്ക്കുന്നു. മാലിന്യം ഒഴുകിയെത്തുന്നത് പാടിക്കുന്ന് തോട്ടിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പരാതിക്കാരനെ മർദ്ദിച്ച് പണം തട്ടി 5 ഹണി ട്രാപ്പ് സംഘം പിടിയിൽ. കാവനൂർ സ്വദേശി ചാലക്കണ്ടി വീട്ടിൽ അൻവർ സാദത്ത്, പുത്തലം സ്വദേശി ആഷിഖ്, എടവണ്ണ സ്വദേശി കണ്ണീരി വീട്ടിൽ ഹരികൃഷ്ണൻ, പ്രായപൂർത്തിയാകാത്ത 2 പേർ എന്നിവരെയാണ് അരീക്കോട് SHO വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ SI നവീൻ ഷാജ് അറസ്റ്റ് ചെയ്തത്. മധ്യവയസ്കനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂരങ്ങാടി ചെമ്മാട് സ്വദേശിയും ഇപ്പോൾ കരിങ്കല്ലത്താണി താമസക്കാരനുമായ സുര എന്നയാളാണ് മരണപ്പെട്ടത്. തേഞ്ഞിപ്പലം കോഹിനൂരിൽ അടിപ്പാത ആവശ്യം നിരാകരിച്ച് 6 വരിപ്പാതയുടെ ഒരു ഭാഗം ടാറിട്ടു. അരികെ ഏതാനും ഭാഗത്ത് കോൺക്രീറ്റിംഗും പൂർത്തിയായി. അടുത്ത മാസം 6 വരിപ്പാത ഗതാഗതത്തിന് തുറക്കാൻ പാകത്തിൽ പണികൾ വേഗത്തിലാക്കിയ കാഴ്ചയാണ് ഇപ്പോൾ. മേലാറ്റൂർ സംസ്ഥാന പാതയിൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടി കച്ചവടക്കാരും വഴിയാത്രക്കാരും. മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് അങ്ങാടി, ചോലക്കുളം ഗോൾഡൻ സിറ്റി, സ്കൂൾ പടി എന്നിവിടങ്ങളിലാണ് പൊടിശല്യം രൂക്ഷമായത്. KSRTC മലപ്പുറം ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സം നീങ്ങുന്നു. ത്രികക്ഷി കരാറിൽ പൊതുമരാമത്ത് വകുപ്പ്, കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും കരാറുകാരും ഒപ്പുവെച്ചു. നിലമ്പൂർ എടവണ്ണയിലെ ആമസോൺ വ്യൂ പോയിന്റ് മതിയായ സുരക്ഷാ സംവിധാനത്തോടെ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്ന് ആവശ്യം. കിഴക്കേ ചാത്തല്ലൂരിലെ 3 കല്ല് മലയിലാണ് മനോഹരമായ ആമസോൺ വ്യൂ പോയിന്റ്. ദൃശ്യവിസ്മയം കാണാൻ നിരവധി സഞ്ചാരികളാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുവരെ ഇവിടെ എത്തുന്നത്. ചെറിയ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ പേവാർഡ് പ്രവർത്തിപ്പിക്കാൻ ഇനിയും നടപടിയായില്ല. 2020 അവസാനത്തോടെ അടച്ചിട്ട പേവാർഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി പരിപാലന സമിതി 1 മാസം മുമ്പ് പാസാക്കിയ പ്രമേയത്തിന് ഫയലുകളിൽ വിശ്രമിക്കാനാണ് വിധി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.